ഈ മുറുക്കിത്തുപ്പുന്ന കോളാമ്പി, ക്ലോസറ്റ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ചില സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അതിൻ്റെ ഒരു ഘട്ടത്തിലൊക്കെ നല്ല വസ്തുക്കളും വളരെ മനോഹരമായതും വളരെ ഗ്ലെയർ ഉള്ളതുമൊക്കെയാണ്. എന്നാൽ അത് അതിനകത്തേക്ക് കറ പറ്റി തുടങ്ങുമ്പോൾ പിന്നെ അത് നമ്മൾ തൊടാനറയ്ക്കും, കണ്ടാലറയ്ക്കും, അസ്വസ്ഥത വരും, ഇങ്ങനെയൊക്കെ വരും. ഈ വിദ്വേഷം വരുമ്പോൾ, ഇത്തരം കറകൾ പുരളുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ അറപ്പുള്ളതായി മാറുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് മലയാളത്തിലെ ഒരു പഴയ സംവിധായകൻ ബിജി തമ്പി. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ പോയിരുന്ന് പുള്ളിയുടെ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്നൊക്കെ പറയുന്ന പടവും പിന്നെ അതുപോലുള്ള നിരവധി പടങ്ങളും വളരെ ആവേശത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാവനകൾ കണ്ട് രസിച്ചിരുന്നതാണ്. കാർത്തികപ്പള്ളി കൊട്ടാരത്തിലെ ആരൊക്കെയോ അപ്പൂപ്പനായിരുന്ന ആ കാലമൊക്കെ വിട്ട് പിന്നീട് ഒന്നുമില്ലാതെ ചൊറിയുമൊക്കെ കുത്തി വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി ജീവിതം നേടേണ്ടി വരികയും സിനിമാ ഫീൽഡിൽ ഈ പറഞ്ഞതുപോലെ പരാജയപ്പെടുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് അദ്ദേഹം ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റായി രംഗപ്രവേശം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ പുള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ വിദ്വേഷവും വെറുപ്പും വിൽപ്പനയ്ക്ക് വെച്ച് അത് ശ്വസിച്ച് അത് കഴിച്ച് ഉപജീവനമാർഗം കഴിച്ചു പോവുകയാണ്. ഇല്ലെങ്കിൽ ഒരു ഉപയോഗവുമില്ലാതെ എവിടെങ്കിലും തറ്റോ തളർന്നോ പഴയ കാലത്ത് തഴമ്പ് തടവിയാൽ ഒന്നും കാണാത്ത വിധം അവിടെയൊക്കെ എന്തെങ്കിലും മുറിപ്പാടുകളോ ചൊറിയോ ചുണങ്ങോ ആയി അങ്ങനെ ജീവിച്ചു പോരേണ്ടതാണ്. അങ്ങനെ ജീവിച്ചു പോരുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തരം വിദ്വേഷങ്ങളുമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത കണ്ടു. മലയാളത്തിലെ ഒരു സിനിമാ നടിക്ക് മതം മാറാൻ 100 കോടി രൂപ വാഗ്ദാനം ചെയ്തത്രേ. എന്നാൽ പിന്നെ 100 കോടി രൂപ കൊണ്ട് 5 പടം എടുത്താൽ പോരായോ? അന്നേരം 5 നടിമാരെ മതം മാറ്റിക്കൂടായോ? 100 കോടി രൂപ കൊടുത്തന്നേ മതം മാറ്റം നടത്താൻ വേണ്ടിയിട്ട് 100 കോടി രൂപ. അത് പുള്ളിക്ക് അറിയാമെന്ന്. സത്യത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ആ പറയുന്ന ഹിന്ദു സമൂഹത്തിനോടുണ്ടെങ്കിൽ ആർക്കാണ് 100 കോടി കൊടുത്തതെന്നും ആരാണത് വാഗ്ദാനം ചെയ്തതെന്നും അങ്ങ് പറയണ്ടേ? പുള്ളിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുക ഈ മതങ്ങൾ, ഇസ്ലാം മതം ഒക്കെ സിനിമാ നടിമാരെയും നടന്മാരെയും കൊണ്ടാണ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചതെന്ന് തോന്നിപ്പോവും. വിജി തമ്പി ഇത് നിറച്ച് കിടക്കുക ഇഷ്ടം പോലെ, ലോകം മൊത്തം, നാട്ടിൽ മൊത്തം, വീടുകളിൽ നിറയെ. ഇതുകൊണ്ട് സമ്പൽ സമൃദ്ധവും സന്തോഷകരവുമായി ജീവിക്കുകയാണ് സമൂഹങ്ങൾ. അന്നേരമാണ് പുള്ളി പറയുന്നത്. ഞാനും ഈ അടുത്ത ഒരു സുഹൃത്തോട് ഈ അടുത്ത കാലത്തായിട്ട് പറയുകയായിരുന്നു, ഇനിയുള്ള കാലത്ത് കച്ചവടം നടക്കണമെങ്കിലും പള്ളിക്കൂടം നടത്തണമെങ്കിലും 5-6 ആളുകളെ കാണണമെങ്കിലും ബാങ്ക് നടക്കണമെങ്കിലും കട നടക്കണമെങ്കിലും ഈ കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോകണം. ബാക്കി എല്ലാവരും ഈ ന്യായവും പറഞ്ഞ് പഴയ കാലത്തെ തഴമ്പും ചൊറിഞ്ഞ് പൊരിക്കന് വിളക്കി കളഞ്ഞ് ഒന്നുള്ളത് എവിടെയാണെന്നറിയാതെ വായും പിളർന്ന് ശ്വാസം വിട്ട് നോക്കിയിരിക്കുക മാനത്തോട്ട്. അപ്പോഴാണ് ഒരു സിനിമാ നടിയെ കൊണ്ടുവരുന്നത്. ഇസ്ലാം മതം ലോകത്ത് മുഴുവൻ ഇതുണ്ടായ കാലം മുതൽ ഓരോ കാലഘട്ടങ്ങളിൽ സിനിമാ നടനെയും നടിമാരെയും കൊണ്ടുവന്നാണല്ലോ അതിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് മമ്മൂട്ടി. ഇനി മമ്മൂട്ടിയുടെ കാലം കഴിയുമ്പോൾ വേറൊരു പ്രവാചകനും വേണം. പിന്നെ പ്രവാചിനിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഒരു സിനിമാ നടിയെ. ഈ സത്യത്തിൽ പുള്ളിക്കൊക്കെ ഈ സിനിമാ ലോകം എന്ന് പറയുന്ന ഒരു ലോകം കണ്ട് അതും സിനിമാ നടിയുമൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന എന്തോ ഒരു ജന്മമാണ്, എന്തോ ഒരു പാഴ്ജന്മമാണ്. ഇയാളൊക്കെ ഉണ്ടാക്കിയ സിനിമ കാണാൻ വേണ്ടി കാശ് കൊടുത്തു പോയി ഇരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ലജ്ജ.